ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ വട്ടത്തെ ഓണം? ഞങ്ങൾക്ക് ഈ വട്ടം അങ്ങനെ ഓണമൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ ഒരു സെലിബ്രേഷനും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അപ്പൂപ്പനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സദ്യ കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. അത് കാരണം അങ്ങനെ പിന്നെന്താ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിട്ടത്തിനന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ ഓണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോയ വഴിക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ 1500 എബോയ്ക്കും നമ്മൾ ഫ്യൂൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പായസം മിക്സ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കിട്ടും എന്നായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് എന്നും ഗിഫ്റ്റാണല്ലോ, അതിപ്പം എന്താണെങ്കിലും. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം. പാലട മിക്സാണ്, പായസമൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടിക്കുക പോലും ഇല്ല, എനിക്കത് ഉണ്ടാക്കാനും അറിയത്തില്ല. പക്ഷെ എന്നാലും കിട്ടിയപ്പോഴത്തേക്കും ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു സന്തോഷമുണ്ട്, എന്നൊരു വിഷമമുണ്ട് കേട്ടോ. കാരണം എനിക്കിപ്പോൾ 25 വയസ്സായി. 24 വർഷവും എൻ്റെ 24 വർഷവും അവിട്ടം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ പാരൻസായിട്ടായിരുന്നു, ചുണ്ടയിലായിരുന്നു. അവിടെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ തന്നെ ആയിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതൊരു റിച്വൽ പോലെയായിരുന്നു കേട്ടോ. പക്ഷേ കഴിഞ്ഞ വർഷം ഓണം സെലിബ്രേറ്റ് ചെയ്തതോടുകൂടി ആ ഒരു റിച്വൽ കഴിയുമെന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മുമ്മ പാസ്ഡ് അവേ. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൂപ്പന് നമ്മളെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മരിച്ചിട്ട് ഒരു 1 year ആയിട്ടില്ല. ഞാൻ കൂടുതലും എൻ്റെ അമ്മയുടെ പാരൻസായിട്ടായിരുന്നു കേട്ടോ കൂട്ട്, പ്രത്യേകിച്ച് അപ്പൂപ്പനായിട്ടായിരുന്നു കൂട്ട്. എൻ്റെ അച്ഛൻ്റെ പാരൻസുമായിട്ട് ഞാൻ താമസിച്ചിരുന്നത് എൻ്റെ അമ്മയുടെ സ്ഥലത്താണ്. അച്ഛൻ്റെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ അവിടെ നമ്മളങ്ങനെ ഇടയ്ക്ക് പോകും, കാണും എന്നല്ലാണ്ട് അവരുമായിട്ട് അത്ര ക്ലോസ് കാര്യങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷേ വൺസ് അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞ് പിന്നെ അപ്പൂപ്പനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു ഈ ഒരു കാലയളവിലാണ് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയതും. അപ്പോഴാണ് എനിക്ക് ഒരുപാട് റിഗ്രറ്റ്സ് ഉണ്ടായതും. ജീവനോടിരിക്കുന്ന ടൈമിൽ നമ്മൾ കരുതും ടൈമുണ്ട്, നമുക്ക് സമയമുണ്ട്, പെയ്യെ ചെയ്താൽ മതി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിലും. പക്ഷേ വൺസ് അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആലോചിക്കുന്നു, അയ്യോ ഇതങ്ങ് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും അല്ലേ. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ +1 +2 ഒക്കെ ചെയ്തിരുന്ന ടൈമിൽ അമ്മയായിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. കുറച്ച് ദിവസമേ നിന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ 2-3 വട്ടം ഞാൻ വന്ന് നിന്നിട്ടുണ്ട്. ടോട്ടൽ പറഞ്ഞാൽ ഒരു 5-6 ദിവസം ഞാൻ ഇവരുടെ കൂടെ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ 6 ദിവസം എനിക്ക് എപ്പോഴും മെമ്മറബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ രാവിലെ മോർണിംഗ് വാക്സിന് അപ്പൂപ്പം പോകുമ്പോൾ എന്നെയും കൂട്ടുമായിരുന്നു. ഈ വഴി കൂടെയൊക്കെ ആയിരുന്നു നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് നടക്കുമായിരുന്നു. ആ കാലമൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഫോർ എവർ അതെനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും കേട്ടോ. ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോഴില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരൻസിന് 2 പേർക്കും, അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു മധുരമുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ സിപ്പപ്പ്, ഐസ്ക്രീം, അതേപോലെ മിറിൻഡ, അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചിട്ട് പോകും. എന്നിട്ട് ഒരുമിച്ച് കഴിക്കുന്നതും. എല്ലാ വട്ടം ഓണത്തിന് അമ്മൂമ്മ ചിക്കനൊക്കെ ഉണ്ടാക്കി തരും. അതിൻ്റെ ലിവർ സ്പെഷ്യലായിട്ട് മാറ്റി വയ്ക്കും. അതൊക്കെ ഓർമ്മ വന്നത്. ജംഗ്ഷൻ എത്തി, ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ. ജീവനോട് ഇരുന്ന ടൈമിൽ പലപ്പോഴും ഞാൻ ഈ വഴി പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ അവരെ ഡിസ്റ്റർബ് ആക്കണ്ട, ഉച്ചയ്ക്ക് ഉറങ്ങുമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നൈറ്റ് ലേറ്റ് ആയല്ലോ എന്നൊക്കെ കരുതി ഞാൻ ഇവിടെ കയറാണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഈ വഴി എവിടെ പോയാലും ഞാനിവിടെ കയറാണ്ട് പോവില്ല കേട്ടോ. ഞാനൊന്നുമില്ല, കാറിലിരുന്ന് ജസ്റ്റ് ഒന്ന് തല പുറത്തിട്ട് നോക്കും, അപ്പം തന്നെ ഞാൻ തിരിച്ചു വരും. പുറത്തിറങ്ങുമൊന്നുമില്ല. അടുത്തൊക്കെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ ഉണ്ട്. ഇവരൊക്കെ ജീവിച്ചിരുന്ന ടൈമിൽ ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ഇവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിലും പിന്നീട് ഇപ്പോൾ ഞാൻ ഒരുപാട് ഇവരെ പറ്റി ആലോചിക്കാറുണ്ട് കേട്ടോ. ഈ വീഡിയോസൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന 100 പേരായാലും 200 പേരായാലും അവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു റിമൈൻഡറാണ്. ദാറ്റ് ഈസ് നമ്മളുടെ കൂടെ ജീവനോടുള്ള ടൈമിൽ എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും എത്ര എഫേർട്ട് നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ എഫേർട്ട് ഇടുക. വൺസ് അവർ പോയി കഴിഞ്ഞാൽ പോയതാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടും അവരില്ല കാണാനായിട്ടോ എടുക്കാനായിട്ടോ ഒന്നും. പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതൊക്കെ പോട്ടെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ കിളിമാനൂരേക്കാണ് കേട്ടോ പോയത്. നൈമിത്ര ഫുഡ് പ്രോസസിങ് യൂണിറ്റിലേക്കാണ് പോയത്. അവിടെ നമുക്ക് കുറച്ച് ഓണ കിറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. കിളിമാനൂരിൽ നിന്ന് ട്രിവാൻഡ്രം പോകുന്ന റൂട്ടിൽ തന്നെയാണ്. ആ ഓർക്കിഡിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വീടാണല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് യൂസ് ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും രണ്ടാമതും വന്ന് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ 3rd ടൈമാണ് കേട്ടോ നൈമിത്രയിൽ നമ്മൾ. ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ധാവണി, ഞാൻ ഉടുപ്പും പാവടയൊക്കെ ഇട്ടിട്ട് മടുത്തിട്ട് ഞാൻ ഭയങ്കര സിമ്പിളാക്കിയതാണ് കേട്ടോ ഈ വട്ടം. അപ്പോൾ ഇവിടെ കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. ഓണത്തിൻ്റെ അച്ചാർ, പുളിയിഞ്ചി, ഇഞ്ചിക്കറി, അത് കണക്ക് നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ,
ബീഫ് അച്ചാർ, ചിക്കൻ ഇടിയിറച്ചി, അത് കണക്ക് ബീഫ് ഇടിയിറച്ചി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ സ്പൈസസ് ഉണ്ട്, മസാലാസ് ഉണ്ട്, ഫിഷ് മസാല, ചിക്കൻ മസാല, ഗരം മസാല, അങ്ങനെ പിന്നെ ചമ്മന്തിപ്പൊടി, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരു ഓണക്കിറ്റ് 300 തൊട്ട് 400 രൂപയ്ക്കകത്ത് വരും കേട്ടോ. അപ്പം നമ്മൾ 2 എണ്ണം മേടിച്ചു, ഒന്ന് സിസ്റ്റർക്ക് കൊടുക്കാനും ഒന്ന് നമ്മൾക്ക് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട്. പിന്നെ പുതിയ കുറച്ച് ഐറ്റംസ് കണ്ടപ്പോഴത്തേക്ക് അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ബീഫ് അച്ചാർ പുതിയതായിരുന്നു, അപ്പോൾ വിഷ്ണുവിന് വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ട്. ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ കൊറിയർ ചെയ്ത് തരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3ാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതും. പുതിയ ഐറ്റം ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തിയും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണുവിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറേ ഐറ്റം ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് അവരുടെ പേജ് വിസിറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ കിളിമാനൂർ അടുത്തൊക്കെ ആണെങ്കിലും ഒന്ന് വന്ന് നോക്കുകയൊക്കെ ചെയ്യൂ കേട്ടോ. ആദ്യത്തെ വട്ടം വന്നപ്പോഴത്തേക്കും നമ്മൾ മേടിച്ചത് ചമ്മന്തിപ്പൊടി, ഇഞ്ചി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു. 2ാമത് വന്നപ്പോഴത്തേക്കും വിഷ്ണുവിന് ഇഷ്ടമായിട്ടുള്ള ബീഫ് ഇടിയിറച്ചിയും അതെനിക്ക് ചിക്കൻ ഇടിയിറച്ചി. ചിക്കൻ ഇടിയിറച്ചി ഞാൻ ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ടുകൂടിയില്ല, അന്ന് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഗാർലിക് അച്ചാറുണ്ട്, ഡേറ്റ്സ് അച്ചാറുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഷെൽഫ് ലൈഫ് വന്നിട്ട് 6 മാസം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട്, ഒരുപാട് കെമിക്കൽസ് അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഒന്നും 6 മാസം പോലും പോവില്ല. നമുക്കിഷ്ടമായതുകൊണ്ട് തന്നെ എപ്പോഴും ചോറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എടുത്ത് 1 മാസം കൊണ്ട് തന്നെ അതങ്ങ് തീർന്നു പോവും. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നൈമിത്രയുടെ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലും ഉണ്ട്. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ മേടിച്ചത്, 2 കിറ്റും പിന്നെ നമ്മളുടെ ചെമ്മീൻ ചമ്മന്തിയും ബീഫ് അച്ചാറും. 14 ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ കവറിൽ. എല്ലാത്തിനും കൂടി 1000 രൂപ ആയിട്ടുള്ളൂ. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ദീജ ചേച്ചിയും കൂടെ വന്നു കേട്ടോ. എന്നിട്ട് അമ്മേനെ ഹാപ്പി ഓണം പറയാനായിട്ട് വന്നു. അങ്ങനെ ഹാപ്പി ഓണമൊക്കെ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ, വണ്ടിയിൽ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുന്നുണ്ടോ. അയ്യോ, ഏതോ റാലിക്ക് പോകുന്നൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. ഒരു 12:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ സിസ്റ്ററിൻ്റെ അവിടെ എത്തി. അപ്പോൾ കുട്ടികളൊക്കെ ടി വി ഒക്കെ കണ്ട് രസിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് ഓർത്തത് അയ്യോ കുട്ടികൾക്ക് ചോക്ലേറ്റ് ഒന്നും മേടിച്ചില്ലല്ലോ. പിന്നെ വിഷ്ണു താഴെ പോയി ചോക്ലേറ്റ് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ പോയ ടൈമിൽ എൻ്റെ സിസ്റ്റർ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം, നമുക്ക് സദ്യ കഴിക്കണം, പുറത്ത് പോകണം എന്ന് പറഞ്ഞു. പിന്നെ വിഷ്ണു കൊണ്ടുവന്ന ഐറ്റംസൊക്കെ നമ്മൾ പൊട്ടിച്ച് നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ കഴിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സദ്യ കിട്ടുന്ന ഇടത്തേക്ക് പോകാം എന്നും പറഞ്ഞ് നമ്മൾ പോവുക. ആദ്യം തന്നെ ട്രിവാൻഡ്രത്ത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ രുചി ഉണ്ടല്ലോ, പഴയിടം രുചി റെസ്റ്റോറൻറ്റ്, വെജ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താ സംഭവം, ഇന്ന് റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആയിരുന്നു പോലും. ഇന്നലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ക്ലീനിങ് ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. എനിക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം, 1 മണി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പലരും പറഞ്ഞു ഇല്ല. ലുലുവിലൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് തിരക്കാന്ന്, ലുലുവിൽ അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും പറ്റില്ലായിരുന്നു. റോഡിൽ വണ്ടി ഇട്ട് വരെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ കരുതി എന്തായാലും ലുലുവിലേക്ക് പോകണ്ട, എനിക്ക് പിന്നെ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ നോക്കാമെന്ന് പറഞ്ഞ് ഓൾമോസ്റ്റ് ട്രിവാൻഡ്രത്തുള്ള സദ്യ കിട്ടുന്ന എല്ലാ ഹോട്ടൽസിലും നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും സദ്യയില്ല. 1 മണി പോലും ആയിട്ടില്ലായിരുന്നു. അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് അവർ പറഞ്ഞത് സദ്യയില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഓബൈ താമരയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാർ അങ്ങോട്ടേക്ക് വിട്ടു. അപ്പോൾ ഈ ഒരു ലുലുവിൻ്റെ ഏരിയയിലാണല്ലോ ആ ഹോട്ടൽ വരുന്നത്. ശരി, എങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കാണ് കേരള ഹോട്ടൽ കണ്ടത്. എനിക്ക് പിന്നെ ശരി അങ്ങോട്ടേക്ക് കയറാമെന്നില്ല, അവിടെ എന്തായാലും സദ്യ കിട്ടും എന്ന് കരുതി. അവിടുത്തെ ഫുഡും അത്യാവശ്യം നല്ല റിവ്യൂ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അവിടെ ചെന്നപ്പോൾ എന്താ സംഭവം, അവിടെ സദ്യ ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ തീർന്നു പോയി പോലും. ഒരുപാട് ഇലയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരിതുണ്ടായിരുന്നു, ഓക്കെ സദ്യ കിട്ടുന്നു. പക്ഷേ അവിടെ നിന്നും സദ്യ ഒന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് നേരം പിള്ളേരവിടെ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ തൊട്ടടുത്തുള്ള ഓബൈ താമരയിലേക്ക് പോയി. ഞാനും വിഷ്ണുവും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, പക്ഷേ ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ശരി അവിടുത്തെ ഫുഡ് കിടിലമാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ അങ്ങോട്ട് പറഞ്ഞു, ഇവിടെ ഇത് കിട്ടും അത് കിട്ടും, നമുക്ക് അത് കഴിക്കാം ഇത് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ജാടയൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെയും സദ്യ ഇല്ലായിരുന്നു. അതെനിക്ക് ബുഫേ ആണെങ്കിലും വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മീൽസ് ഓർഡർ ചെയ്യാം. മീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ഓർഡർ ചെയ്യണം, അതെനിക്ക് കറി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, അവിടെ എന്തൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഓർഡർ ചെയ്യണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. നല്ല രസം, ഇവിടുത്തെ ലിഫ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ മേലിലേക്ക് പോയി. നമ്മൾക്ക് ആക്ച്വലി കറക്റ്റ് സീറ്റിംഗ് ഒക്കെ കിട്ടി. അപ്പോൾ കുട്ടികൾ ഫസ്റ്റ് ടൈം ആയിട്ട് തന്നെ അവർ വെള്ളമൊക്കെ കണ്ട് അതിനകത്ത് മീനുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവർ അവരുടെ ഒരു വേൾഡിൽ പിന്നെ ബിസി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ അമ്മയ്ക്കും അപ്പൂപ്പനും വേണ്ടിയിട്ട് ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇങ്ങോട്ടേക്കായിരുന്നു വരുന്നതെന്ന് അറിഞ്ഞിരുന്നു ഞാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തതിന്. പിന്നെ എനിക്കൊരു തോന്നലുണ്ടായി കേട്ടോ, കാരണം നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഫോട്ടോസ് എടുക്കാമായിരുന്നു. ഞാൻ അതൊക്കെ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കൊരു വിഷമം ഉണ്ടായിട്ടോ. പിന്നെ മുടിയൊക്കെ കെട്ടി വെച്ച് ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ആദ്യം വന്ന ഫുഡ് അമ്മയുടെ അപ്പൂപ്പൻ്റെ ഫുഡായിരുന്നു കേട്ടോ. ചോറ്
ചോറ്, നല്ല ചൂട് ചോറും അതേപോലെ എന്തോ ഒരു മഷ്റൂമിൻ്റെ ഒരു കറിയുമാണ് ഓർഡർ ചെയ്തത്. നല്ല ചൂട് പാറുന്ന രീതിയിലുള്ള ചോറായിരുന്നു. എനിക്കിത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. കറിയൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അമ്മയ്ക്കും അപ്പൂപ്പനും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു മഷ്റൂമിൻ്റെ എന്തോ ഒരു കറിയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നത് വിഷ്ണുവിന് ഓർഡർ ചെയ്ത ചിക്കൻ സീസർ സാലഡ് ആയിരുന്നു കേട്ടോ. അതും അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും വരുമ്പോൾ കഴിക്കുന്ന ഫിഷ് ഫിംഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ചിക്കൻ ദം ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. ഫിഷ് ഫിംഗർ ഒന്നും കൂടി നമ്മൾ പിന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾക്ക് പിന്നെ പുറത്തിറങ്ങി വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അവരുടെ കൂടെ പോയി അവരെ സൂപ്പർവൈസ് ചെയ്ത് അങ്ങനെയൊക്കെ നിന്നു. അത് കഴിഞ്ഞു അവിടെ ഇവിടെയൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് നേരെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ എവിടെയും സ്റ്റോപ്പൊന്നും ചെയ്തൊന്നുമില്ല. അത്യാവശ്യം ട്രാഫിക് കുറച്ചങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലുലുവിൻ്റെ തിരക്ക് നിങ്ങൾ കണ്ടോ? രണ്ട് സൈഡിലുമായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് ലുലുവിലേക്ക് പോയ ആൾക്കാരുടെ വണ്ടികളാണ്. എന്നിട്ട് അച്ഛനെ വിളിച്ച് നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരെ ഫ്ലാറ്റിലേക്ക് ചെന്നപ്പോൾ കുട്ടികളുടെ ഒരു കളിപ്പാട്ടം അവരെടുത്ത് കാണിച്ചു തന്നിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാനും വിഷ്ണു കൂടി പുറത്തേക്ക് പോയി. നമുക്ക് ആക്ച്വലി ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. പോകുന്ന വഴി ഓണം സെലിബ്രേഷൻസിൻ്റെ ഒക്കെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെയും പിടിച്ചിർത്തി പിരിവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വയറ് നിറച്ച് ഫുഡ് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, നല്ല മധുരം കഴിക്കാൻ തോന്നിയിട്ട് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി ചോക്കോബാറൊക്കെ മേടിച്ച് ഞാനും വിഷ്ണുവും കൂടി അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് ഫ്ലാറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ കുറേ പട്ടിക്കൂട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അന്തേവാസികളാണ്. അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് സെലിബ്രേഷൻസ് നടക്കുമായിരുന്നു. നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്കൊന്ന് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. നമ്മളിങ്ങനെ രസമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അധികം ആൾക്കാരില്ല. പിന്നെ കുറച്ച് നേരം നമ്മൾ റൂമിൽ റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റർ ഫുഡ് മേടിക്കാനായിട്ട് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് സ്കൂട്ടിയിൽ പോവാം, ഞാനും കൂടി ചെല്ലാൻ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു. പിന്നീട് അവൾ കാറിൽ പോകാം, നീയുമ്പാ. അങ്ങനെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉള്ളു പറയാണ് നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്ന്. റീസൺലി എനിക്കൊരു ലുക്ക് ടെസ്റ്റിന് ഞാൻ വന്നൊരു ബീച്ചാണ് കേട്ടോ. സെയിൻറ്റ് ആൻഡ്രൂസ് ബീച്ച് എന്നതിൻ്റെ പേര്. പക്ഷേ എനിക്ക് പേരൊന്നും അറിയത്തില്ല. എനിക്ക് ലൊക്കേഷൻ ഇട്ട് തരുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങ് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഇവിടെ ആയിരുന്നു അല്ലേ എന്ന്. ട്രിവാൻഡ്രം സൈഡിൽ കുറേ ബീച്ചസ് ഉണ്ട്. കോവളം, ശംഖുമുഖം, അത് കണക്ക് വേളി, ഇതൊക്കെയല്ലേ നമ്മൾ മെയിനായിട്ട് കേട്ടിട്ടില്ല. ഇതേപോലെ കൊച്ചു കൊച്ചു ബീച്ചസ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നി. പിന്നെ അത് മാത്രമല്ല സേഫ്റ്റിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം കുറേ പോലീസ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ റോഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. സെയിൻറ്റ് ആൻഡ്രൂസ് ചർച്ചിൻ്റെ അടുത്തുള്ള ബീച്ചാണ് കേട്ടോ. വീട്ടിൽ അമ്മയ്ക്കും അപ്പൂപ്പനും കഴിക്കാനായിട്ട് സ്വിഗ്ഗി ഓർഡർ ചെയ്ത് ഞാൻ മീൽസ് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവരത് കഴിച്ചോളും. അപ്പോൾ വിഷ്ണുവിനും കുട്ടികൾക്കും നമ്മൾക്കൊക്കെ കഴിക്കാനായിട്ട് KFC മേടിക്കാനായിട്ട് വന്നതാണ്. പക്ഷെ നമ്മൾ ബീച്ചിലേക്ക് പോയി. അങ്ങനെ നമ്മളിതേ ബീച്ചിലൊക്കെ നിന്നു. കുറച്ച് കാറ്റൊക്കെ കൊണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങിയൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞാൻ ഇവിടെ ലുക്ക് ടെസ്റ്റിന് വന്ന ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആയിരുന്നു കേട്ടോ വന്നത്. കുറച്ച് നാൾക്ക് മുന്നെയാണ് വന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ കഫേസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു കഫേയിൽ തൊട്ടടുത്തുള്ള ഒരു കഫേയിൽ തന്നെ നമ്മൾ കയറിയിട്ട് ഒരു റാപ്പ് നമ്മൾ ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ആക്ച്വലി റാപ്പ് കൊള്ളായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ ഞപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടോ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ബീച്ചിലേക്ക് പോയിരിക്കുകയാണ്, നമ്മൾ ബീച്ചിലാണ് ഉള്ളതെന്ന്. അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മോശം ക്രൗഡൊന്നും അല്ലായിരുന്നു. പിന്നെ പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷുഗർ കെയിൻ ജ്യൂസ് മേടിക്കാനായിട്ട്, കരിമ്പ് ജ്യൂസ് മേടിക്കാനായിട്ട് വന്നു കേട്ടോ. ഇത് ആക്ച്വലി 100% നാച്ചുറൽ ആൻഡ് ഫ്രഷ് ഷുഗർ കെയിൻ ജ്യൂസാണ്. ഇവിടെ എപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം വരുമ്പോഴും ഇവളുടെ വീട്ടിൻ്റെ അടുത്തേക്കൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഇത് മേടിക്കാറുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ KFCയിൽ വന്നു. KFCയിൽ നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. 45 മിനിറ്റ്സ് മറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീടെത്തി. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചു കൊടുത്തിട്ടു. ഓൾറെഡി അമ്മയും അപ്പൂപ്പനൊക്കെ മീൽസൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ അവരുടെ കാര്യമൊക്കെ സെറ്റായിരുന്നു. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ചെറിയ ചിക്കനൊക്കെ കൊടുത്ത് അവരും കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ട്രാഫിക്ക് കുറഞ്ഞിട്ടേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം സൈഡ് നല്ല തിരക്ക് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ ഈ വീഡിയോയിൽ വണ്ടികളിങ്ങനെ നിരന്ന്. നമ്മൾ രാവിലെ പോയത് ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ രാവിലെ പോയത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒയ്യോ എല്ലാവരും മേ ബി ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഓഫീസ് ജോയിൻ ചെയ്യാനുള്ളവർ വീട്ടിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കൊക്കെ പോവുകയും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബഹളം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു ജംഗ്ഷനിലെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ ഭയങ്കര ലൈറ്റും വെട്ടവും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ സംഭവം, അവിടെ അത്യാവശ്യം കുറച്ചൊരു ട്രാഫിക് ജാം പോലെ ഉണ്ടായിരുന്നു. വണ്ടി ഇങ്ങനെ പെയ്യെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും നമുക്ക് കാണുന്നുണ്ട്, നമുക്ക് മനസ്സിലായി നബിദിനം റിലേറ്റഡ് എന്തോ ഒരു റാലിയോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോഴത്തേക്കും
അപ്പോഴത്തേക്കൊക്കെ ടൈം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 11:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീടെത്തിയത്. കുറേയൊക്കെ കാറിൽ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നു സദ്യ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണാം. Till then, take care and once again, happy Onam.